വൈകുന്നേരം ചായയുടെ കൂടെ എളുപ്പത്തിൽ എന്താണ് ഉണ്ടാക്കാന്ന് ആലോചിക്കുന്ന ദിവസങ്ങളിൽ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പലഹാരം എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നൊക്കെ നമുക്ക് നോക്കിയിട്ട് വരാം. അതിന് മുന്നേയായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോവല്ലേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഈ ഒരു പലഹാരം നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടി പോകുന്നത് ചെറുപയർ ഉപയോഗിച്ചിട്ടാണ്. 1 കപ്പ് ചെറുപയർ ഞാൻ നേരത്തെ കുതിർക്കാൻ വേണ്ടി വെച്ചിരുന്നു. ഏകദേശം 8 മണിക്കൂർ നേരത്തോളം കുതിർത്തെടുക്കണം. ഓവർനൈറ്റ് സോക്ക് ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഞാനിതിപ്പോൾ രാത്രി കുതിർക്കാൻ വേണ്ടി വെച്ചിട്ട് രാവിലെയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതിലെ വെള്ളമൊക്കെ നല്ലപോലെ മാറ്റിയെടുത്തിട്ട് ഞാനിവിടെ ചോപ്പറിലേക്കാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ചോപ്പറിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ മിക്സറിൻ്റെ ജാറിലിട്ടിട്ടും ഇത് അരച്ചെടുക്കാവുന്നതാണ്. ഇതിലേക്ക് ഒരു മീഡിയം വലുപ്പത്തിലുള്ള സവാള ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം കൂടെ ഒന്നിച്ചിട്ടിട്ട് ചോപ്പ് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ സവാള ഒന്ന് റഫായിട്ട് ചോപ്പ് ചെയ്തിട്ട് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 5 പച്ചമുളകാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറുതായതുകൊണ്ടാണ് 5 ഇട്ടിരിക്കുന്നത്. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു തണ്ട് കറിവേപ്പിലയും ഒരു പിടി മല്ലിയില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഏകദേശം 1.5 ടീസ്പൂണോളം ഉപ്പ് നമുക്ക് ആവശ്യമായിട്ട് വരും. നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ ഇതിലേക്ക് എരിവിന് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ ചേർക്കുന്നുണ്ട്. നമ്മൾ പച്ചമുളകിന് എരിവ് ഉണ്ടാവും, അതിൻ്റെ കൂടെയാണ് കുരുമുളക് പൊടി ചേർത്തിരിക്കുന്നത്. ഇതുപോലെ ഒരല്പം തരിതരിപ്പായിട്ട് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ചോപ്പറിലാകുമ്പോൾ ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. മിക്സറിൻ്റെ ജാറിലിട്ടിട്ടാണ് ചെയ്യുന്നതെങ്കിൽ കുറച്ചായി പൾസ് ചെയ്ത് വേണം എടുക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അരിഞ്ഞു പോവാതെ ശ്രദ്ധിക്കണം. ഇതിലേക്ക് ഒരു നല്ല ബൈൻഡിങ് കിട്ടാനായിട്ട് 1 ടേബിൾ സ്പൂൺ കടലപ്പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടലപ്പൊടി ചേർത്ത് നല്ല പോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു സമയത്ത് ഉപ്പും എരിവൊക്കെ പാകത്തിനുണ്ടോ എന്ന് ചെക്ക് ചെയ്തിട്ട് ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തോളൂ. ഇനി ഇതെങ്ങനെയാണ് ഷേപ്പ് ചെയ്യുന്നത് നോക്കാം. കയ്യിൽ ഇതുപോലെ എടുത്തിട്ട് കൈ വള്ളയിൽ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ സാധാരണ വടയൊക്കെ ഉണ്ടാക്കണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ഒരു രീതിക്ക് വേണം ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്. ഒരുപാട് അരഞ്ഞു പോകരുത്. ഇതിലേക്ക് വെള്ളമൊന്നും ഒഴിച്ച് അരക്കാനും പാടില്ല. ഇതുപോലെ നന്നായിട്ടൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. അരികുകളൊക്കെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക, അത്രേ ഉള്ളൂ. ഇതുപോലെയാണ് ഷേപ്പ് ചെയ്തെടുക്കേണ്ടത്. ഇനി ഇതെങ്ങനെയാണ് ഫ്രൈ ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് കുറച്ച് എണ്ണ നേരത്തെ ചൂടാക്കാൻ വേണ്ടി വെച്ചിരുന്നു. എണ്ണ നല്ലപോലെ ചൂടായി വന്നതിന് ശേഷം നമ്മൾ ആ ഒരു കൂട്ട് പരത്തിയിട്ട് ഡയറക്റ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിവിടെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ എല്ലാം തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു ഭാഗം നല്ലപോലെ മൊരിഞ്ഞ് വന്നതിന് ശേഷം മാത്രം മറിച്ചിട്ട് കൊടുക്കുക. അതുവരെ തൊടാനൊന്നും പോകണ്ട. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ കുക്ക് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. എങ്കിൽ മാത്രമേ ഉള്ളോളം കറക്റ്റായിട്ട് വെന്ത് വരുള്ളൂ. ഇപ്പോൾ ഞാനിപ്പോൾ തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഇത് കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതിൻ്റെ കുക്കിംഗ് ടൈമൊന്നും ഒരുപാട് സമയമൊന്നും എടുക്കില്ല. ഇതിലാകപ്പാടെ പണിയായിട്ടുള്ളത് നമ്മളുടെ ആ ഒരു ചെറുപയർ നേരത്തെ കുതിർത്തെടുക്കണം. പിന്നെ അതൊന്ന് തരിതരിപ്പായിട്ട് അരച്ചെടുക്കണം. അത്ര മാത്രമേ പണിയുള്ളൂ. അതായിക്കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഇത് ചായ തിളക്കുന്ന നേരം കൊണ്ട് തന്നെ നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാൻ വേണ്ടി പറ്റും. ഒട്ടും എണ്ണ കുടിക്കാത്ത ചെറുപയർ ഉപയോഗിച്ചിട്ടുള്ള വടയാണ് നമ്മളിന്ന് തയ്യാറാക്കി എടുത്തിരിക്കുന്നത്. പുറമേ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുക, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഉണ്ടാകുക. കുട്ടികളൊക്കെ സ്കൂൾ വിട്ട് വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി പറ്റിയ നല്ലൊരു പലഹാരമാണ്. ചെറുപയർ ഇഷ്ടമല്ലാത്ത പിള്ളേരും ഇത് നന്നായിട്ട് കഴിക്കും. നല്ല ടേസ്റ്റി ആയിട്ടാണ് ഇരിക്കുക. എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ഞാനിതിപ്പോൾ ഇവിടെ പൊട്ടിച്ചും കൂടെ കാണിച്ചു തരുന്നുണ്ട്. ഉള്ളോളം നന്നായിട്ട് തന്നെ വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് ഫീഡ്ബാക്സ് ഒക്കെ പറയാൻ വേണ്ടി മറക്കരുത്. വീണ്ടും ഒരു നല്ല റെസിപ്പിയുമായി കാണാം.